ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. കഴിഞ്ഞ തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം വിനീഷ്യസ് ജൂനിയറെ തോൽപ്പിച്ചുകൊണ്ട് റോഡ്രി ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഇതേ തുടർന്ന് വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾ അരങ്ങേറി. വിനീഷ്യസ് ജൂനിയറും അതുപോലെ തന്നെ റയൽ മാഡ്രിഡും ഈ ഒരു ബാലൻഡിയോർ ചടങ്ങ് ബഹിഷ്കരിക്കുകയായിരുന്നു. പിന്നീട് ഇപ്പോഴും അതേ തുടർന്നുള്ള വിവാദങ്ങൾ ഫുട്ബോൾ ലോകത്ത് സജീവമാണ് എന്നുള്ളതാണ്. അതായത് ഇതേക്കുറിച്ച് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ബാലൻഡിയോർ പുരസ്കാരം നേടുന്നത് താൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല എന്നാണ് ഈ ബ്രസീലിയൻ താരം പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ചടങ്ങ് ബഹിഷ്കരിച്ചത് ക്ലബിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും വിനി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബാലൻഡിയോർ നേടുന്നത് ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ തൊട്ടരികിൽ എത്തുമ്പോൾ നമ്മൾ സ്വയം വിശ്വസിച്ചു പോകും. പക്ഷെ എനിക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ട്. ബാലൻഡിയോറിൽ ഞാൻ ചതിക്കപ്പെട്ടു എന്ന് തോന്നൽ എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ആളുകൾ വോട്ട് ചെയ്യുന്നത് അവരുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചാണ്. എനിക്ക് എൻ്റെതായ ഐഡിയകൾ ഉണ്ട്. ബാലൻഡിയോർ ചടങ്ങിൽ പങ്കെടുക്കാത്തത് ക്ലബിന്റെ നിർദ്ദേശപ്രകാരമാണ്. മാഡ്രിഡിൽ തുടരാൻ ക്ലബ്ബ് എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതാണ് വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. അതായത് ബാലൻഡിയോർ സ്വപ്നം കണ്ടിരുന്നില്ല, പക്ഷെ അതിന്റെ തൊട്ടരികിലെത്തുമ്പോൾ നമ്മൾ നേടുമെന്ന് സ്വയം വിശ്വസിച്ചു പോകും എന്നാണ് വിനി പറഞ്ഞിട്ടുള്ളത്. ഈ സീസണിലും മോശമല്ലാത്ത ഒരു പ്രകടനം വിനീഷ്യസ് നടത്തുന്നുണ്ട്. പക്ഷെ ബാലൻഡിയോർ പവർ റാങ്കിങ്ങിലൊക്കെ ഒരൽപ്പം പിറകിലാണ്. നിലവിൽ മുഹമ്മദ് സലാ അതുപോലെ തന്നെ റാഫീഞ്ഞ തുടങ്ങിയ താരങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.